നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിലാവിലാണ്. പെരുമ്പിലാവ് അക്കിക്കാവ്, തൊട്ടടുത്ത ഷോപ്പാണ് അക്കിക്കാവ്. പുതിയ ഷോറൂമാണ് അക്കിക്കാവ് മോട്ടോഴ്സ്. എത്ര വർഷമായി ഇത് ഈ ഷോറൂം ഇവിടെ വന്നിട്ട്? 10-25 വർഷം. 20 വർഷമായി. 25 വർഷമായി ഈ ഷോറൂം ഇവിടെ വന്നിട്ട്. ഉള്ള ഒരു 10-25 വണ്ടികൾ അവിടെ ഉള്ളത്. ഈ വണ്ടികളൊക്കെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. അതൊരു ചെറുവണ്ടികൾ കുറവല്ലേ? ചെറുവണ്ടികൾ കുറവാണ്. ഇവര് വലിയ വണ്ടികളാണ്. അത്യാവശ്യം നല്ല വണ്ടികൾ ആവശ്യമുള്ളവർക്ക് ഈ ഒരു യാർഡിലേക്ക് വരാം. ഇവിടെ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കോഴിക്കോട് തൃശ്ശൂർ ഹൈവേയിൽ നിന്നും പെരുമ്പിലാവ് വന്നിറങ്ങി തൊട്ടടുത്താണ് അക്കിക്കാവ് സ്റ്റോപ്പ്. അക്കിക്കാവ് മോട്ടോഴ്സ് എന്നാണ് പേര്. തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് കുന്നംകുളം കഴിഞ്ഞാൽ ഉടനെ പെരുമ്പിലാവ് ടൗൺ ആണ്. ഫവാസെ, നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇതാണ് ഫവാസ്. ഈ ഓണറെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പൊ നമ്മളിവിടെ ഈ വണ്ടിയെ പറ്റി ആദ്യം ചോദിക്കാം അല്ലെ? ഇത് വന്നിട്ട് 2000 ഹുണ്ടായുടെ ക്രെറ്റ അല്ലെ? മാനുവൽ വണ്ടിയാ. മാനുവലാണ്. എത്ര മോഡൽ ഏതാ? 2016 മോഡല്. 2016 മോഡല്. ഓ ശരി. എത്രാമത്തെ ഓണറാ? ഫസ്റ്റ് ഓണർ വണ്ടിയാ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. എത്ര ഓടിയുണ്ട്? 135 ഓടിയിട്ടുണ്ട്. 135 ഓടിയുണ്ട്. സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? സർവീസ് ഉള്ള വണ്ടിയാണ്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. ഈ നമ്പർ വേണേ എടുത്തോട്ടെ അല്ലേ? എടുത്തു വന്നോട്ടെ അല്ലേ? എടുത്തോളെ. ഓക്കെ. അപ്പൊ നല്ല വണ്ടിയാണല്ലേ? കുഴപ്പമില്ല. ടയറൊക്കെ ഉണ്ടോ? ടയർ 4 പുതിയ ടയറാണ്. പിന്നെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ അങ്ങനെ ഒന്നുമില്ല. തട്ടുമുട്ടൊന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ. പിന്നെ ബട്ടർ സ്റ്റാർട്ടിങ്, എയർ ബാഗ്, ABS വരുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ അല്ലേ? ഫുൾ ഓപ്ഷൻ. ഓക്കെ. എല്ലാം എയർ ബാഗ് 6 എയർ ബാഗ് ഉണ്ടോ? ഒറ്റ ഫുൾ ഓപ്ഷൻ ആണ്. അത് ശരി. SS പ്ലസ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അടുത്ത് ഹൈ ക്വാളിറ്റി ഉണ്ട്. അടുത്തും ഉണ്ടായി ക്രെറ്റ തന്നെയാണ്. 2017 മോഡലാണ്. 17 മോഡലാണ്. പെട്രോൾ വണ്ടിയാണ്. പെട്രോൾ മാനുവലാണ്. ഓടിയിട്ടുള്ളത് 82 ഓടിയിട്ടുള്ളൂ. 82 ഓടിയുണ്ട്. എത്രാമത്തെ ഓണറാ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ തന്നെ. ആക്സിഡന്റ് അങ്ങനെ ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. റീപ്ലേസ് എന്തെയ്യണ്ടോ? ഒന്നുമില്ല. സർവീസസ് ഉണ്ടോ? സർവീസ് കറക്റ്റ് സർവീസ് ഉണ്ട്. 82,000 ഓടിയെങ്കിൽ 82,000 കിലോമീറ്റർ. എത്ര മൈലേജ് കിട്ടും ഇതിന്? ഒരു 13, 14, 15 ആ റേഞ്ചിലൊക്കെ. 15 റേഞ്ച് കിട്ടും. ടയറൊക്കെ എങ്ങനെയാ? ടയറൊക്കെ പുതിയ ടയറാണ്. ടയർ കുഴപ്പമില്ല അല്ലേ? ഒരു 80% ടയർ ഉണ്ടാവും അല്ലേ? ഓക്കെ. 4 ടയർ ഒരു 80% അടുത്തുണ്ട് അല്ലേ? 80%. ഓക്കെ ഓക്കെ. ഇത് ഫുൾ ഓപ്ഷൻ അല്ലേ? ഇത് ഫുൾ ഓപ്ഷന്റെ താഴെയുള്ള വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ ആണ്. എയർ ബാഗ് എത്ര വരുന്നുണ്ട്? എയർ ബാഗ് 2 ഉണ്ടാവോ? 4 എയർ ബാഗ് ഉണ്ടാവും. എയർ ബാഗ് ഉണ്ട്. ലോക്കാണ് വണ്ടി. ഒരു HD പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ടല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. ലോക്കല്ലേ? പ്രൊജക്ടഡ് ഹെഡ് ലാമ്പ് ഉണ്ട്. അപ്പൊ ഫുൾ ഓപ്ഷൻ തന്നെയാണുള്ളത്. അലൈവീലുണ്ട്. അലൈവീലുണ്ട് 4. പ്രൊജക്ടഡ് ഹെഡ് ലാമ്പാണ്. 5 അലൈവീലുണ്ട് അല്ലേ? ഹെഡ് ലാമ്പ് പ്രൊജക്ടഡ് ആണ്. അതും 80% ഉണ്ട്. 80% ഉണ്ട്. ഫസ്റ്റ് ഓണറിൽ തന്നെ വണ്ടി നിൽക്കുന്നത്. ഓക്കെ. കുഴപ്പമില്ല. വേറെ തട്ടുമുട്ട് ആക്സിഡന്റ് അങ്ങനെയൊന്നുമില്ല. ഭാഗങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ. ശരി, അടുത്ത വണ്ടി നോക്കാം. ഫിനാൻസ് സൗകര്യം വേണമെങ്കിൽ ചെയ്യാട്ടോ. ഫിനാൻസ് ചെയ്യും. എത്ര ഫിനാൻസ് കിട്ടും? ഇത് നമുക്ക് ഒരു 6 രൂപ വരെയൊക്കെ ചെയ്യാൻ പറ്റും. 6. എത്ര വണ്ടിക്ക് ചോദിക്കുന്നത്? വണ്ടിക്ക് നമുക്ക് ഇവിടെ വില ചോദിക്കുന്നത് 8,400 ചോദിക്കുന്നത്. 8,400 ചോദിക്കുന്നുണ്ട്. പാർട്ടി വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം പരമാവധി കുറച്ച് കൊടുക്കില്ലേ? പ്രത്യേകിച്ച് നമ്മളെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ പ്രത്യേകം പറയണോ? ആയിക്കോട്ടെ. അപ്പൊ അടുത്ത വണ്ടിക്ക് പോകും. ഫവാസിന് വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത നമുക്ക് ഹോണ്ട അമേസ് ആണ് അല്ലേ? ഹോണ്ടയുടെ അമേസ് ഡീസൽ. ഏതാ മോഡൽ? ഡീസൽ വേരിയന്റ് ആണ്. 2021 മോഡലാണ്. 21 മോഡൽ. ശരി. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. പിന്നെ ബട്ടർ സ്റ്റാർട്ടിങ്, വണ്ടിയാണ്. അലേവില്. എത്രാമത്തെ ഓണറാ? ഫസ്റ്റ് ഓണർ. എത്ര ഓടിയുണ്ട്? ഇത് 44 ഓടിക്കുള്ളൂ. 44 ഓടിയുള്ളൂ. പെട്രോളാ ഡീസലാണ്? ഡീസലാണ്. അപ്പൊ നല്ല വണ്ടിയാണ്. ഡീസലാകുമ്പോ അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമല്ലോ. ഒരു 26-27 മൈലേജ് ഉണ്ടാവില്ല? 24 മൈലേജ് എന്തായാലും ഉണ്ട്, കിട്ടും. ഡീസലായോണ്ട് മൈലേജിന് നല്ല ക്യാമറ അതല്ലേ? രാജാവാണല്ലേ? മൈലേജ് നല്ല മൈലേജ് ആണ്. അലൈവില് 5 കാര്യങ്ങള് ടയറൊക്കെ ഉണ്ടല്ലേ? ടയറുണ്ട്. പുതിയ ടയറാണ്. എല്ലാം കണ്ടീഷൻ വണ്ടി അല്ലേ? നല്ല കണ്ടീഷൻ.
ഫോഗ് ലാമ്പ് പിന്നെ എല്ലാ സാധനവും ഉണ്ട്. ഓക്കെ, ഇത് ഓണർ സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. 44,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇതെന്താ റേറ്റ് പറഞ്ഞു ചോദിക്കുന്നത്? ഇത് നമുക്ക് ഇവിടെ 9,000 രൂപ 9,000 വയ്ക്കുന്നത്. 2021 മോഡലല്ലേ? 2021 മോഡൽ. എത്ര നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യില്ലേ ആ പാർട്ടി വന്നാല്? ഡിസ്കൗണ്ട് പറഞ്ഞാല് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. 9,500. പുതിയ വണ്ടിക്ക് എന്ത് റേറ്റ് ഉണ്ട്? പുതിയ വണ്ടിക്ക് ഒരു 10-14 രൂപ. ഒരു 3 വർഷത്തെ പഴക്കം ഏകദേശം ഉണ്ടല്ലേ? 3 വർഷത്തെ പഴക്കം. ഓക്കെ, എന്തായാലും പാർട്ടി വരുമ്പോ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടാവില്ലേ? ഓക്കെ, ഏത് വണ്ടി എക്സ്ചേഞ്ച് ചെയ്യും? ഓക്കെ, ഇപ്പൊ അടുത്ത വണ്ടിക്ക് പോവാം. ടയോട്ട വണ്ടിയാണോ അടുത്ത്? എത്തിയോസ് അല്ലേ? വണ്ടി ഇത് റീവണ്ടിയാണോ? റീവണ്ടിയാണ്. 2013-14 റേഷനുള്ള വണ്ടിയാണ്. ഇവിടെ റേഷൻ അയക്കുന്നല്ലേ? നമ്പർ ഉണ്ട്. ഓക്കെ, 2065-ലാണുള്ളത്. 65 എവിടെ രജിസ്ട്രേഷൻ വരുന്നത്? വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. എത്ര ഓടിയുണ്ട്? ഓട്ടം പറയാൻ വയ്യല്ലേ? ഓട്ടം 1ന്റെ മേലെ ഓടിയുണ്ട്. ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. ഗ്യാരണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ ഒന്നും പറയാൻ പറ്റില്ല. അത് റീവണ്ടി ആകുമ്പോ അങ്ങനെയാണല്ലോ. റീവണ്ടിയാണ്. എന്തെങ്കിലും റീപ്ലേസ് റീപ്ലേസും ചെയ്തു? ഒന്നുമില്ല, തട്ടുമുട്ടൊന്നുമില്ല, അപാകതകളൊന്നുമില്ല അല്ലേ? ടയറൊക്കെ പുതിയതാണ്. ടയറ് കുഴപ്പമില്ലല്ലോ? നല്ല ടയറല്ലേ? ഒരു 80% ടയർ ഇതുണ്ടാവും. ഏതാ വേരിയന്റ്? ഏതാ ഇത്? GD ആണ്. ഇത് പിന്നെ സത്യം പറഞ്ഞ ഈ പിന്നെ ടാക്സിക്കാർക്ക് പറ്റിയ വണ്ടിയല്ലേ? ടാക്സിക്കാർക്ക് ടാക്സി ആക്കിയിട്ട് പോകണം. ടാക്സി ആക്കിയിട്ട് പൈസ ഉണ്ടാവും അല്ലേ? പ്രൈവറ്റിലാണ് വണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ എത്ര? ഓണർ സിംഗിൾ ആണ്. എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 4 രൂപ വയ്ക്കുന്നു. 4 രൂപ വയ്ക്കുന്നുണ്ട്. അതിലും കുറയില്ലേ? സംസാരിച്ച് വന്നാൽ കുറയുന്നൊക്കെ പറയും. അതൊക്കെ കുറയും. കച്ചവടമാകുമ്പോ അങ്ങനെയല്ലേ? അങ്ങനെ മാറ്റം വരണ്ടേ? കച്ചവടം നടക്കട്ടെ ആദ്യം അല്ലേ? ഓക്കെ, അടുത്ത വണ്ടിക്ക് പോവാം. ഇത് നമ്മുടെ ഫോർഡിന്റെ എക്കോസ്പോർട്ട് അല്ലേ? ഇത് ഫോർഡിന്റെ എക്കോസ്പോർട്ട്. ഇത് ഏതാ മോഡല്? ഇത് 2018 മോഡലാണ്. 18 മോഡലാണ്. ടൈറ്റാനിയം പ്ലസ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ഉണ്ട്. എത്രാമത്തെ ഓണറാ? ഇത് സെക്കൻഡ് ഓണറാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് പറഞ്ഞാല് മെയിൻ ഗ്ലാസ് ചെറിയ റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. തട്ടുമുട്ടാണോ? തട്ടുമുട്ടല്ല, എന്താ വീണിട്ട് മാറിയിട്ട് തട്ടിയിട്ടായതാവൂല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല. വേറെ മേജർ ആക്സിഡന്റ് കാര്യപ്പെട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. ഇത് ഫുൾ ഓപ്ഷൻ വണ്ടി. എത്ര ഓടിയുണ്ടെന്ന് പറഞ്ഞേ? ഇത് 1.23 സർവീസ് ഉണ്ടോ? സർവീസ് കറക്റ്റ് ഫോർഡിൽ സർവീസ് ഉണ്ടല്ലേ? നമ്പർ എടുത്തിട്ട് നോക്കിയിട്ട് വന്നോട്ടെ. നോക്കിയിട്ട് ചെക്ക് ചെയ്ത് വന്നോട്ടെ. ധൈര്യമായിട്ട് പറയാ. അതാ പറഞ്ഞത്, കുറച്ച് വണ്ടിയുള്ള വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. ഉള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ഇനി വണ്ടികൾ വരാൻ ഇനി വേറെ ഉണ്ട്. വേറെ വണ്ടികളുണ്ടല്ലേ? ടയറൊക്കെ ഒരു 50% ഉള്ളൂ അല്ലേ? 80%. ഒരു പകുതി ടയർ ഉണ്ട്. ആ, എടുക്കുമ്പോ പെട്ടെന്ന് മാറ്റണ്ട. 20 കിലോമീറ്റർ കൂടും. എന്താ ചോദിക്കുന്നതിന്? ഇത് നമുക്ക് 7.25 വയ്ക്കുന്നത്. ലാസ്റ്റ് എത്ര വരും? എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. ആയിക്കോട്ടെ. 17 മോഡലല്ലേ പറഞ്ഞു? 18 മോഡലല്ലേ? ഓക്കെ, അടുത്ത വണ്ടി പോവാം നമുക്ക്. അടുത്ത ഹുണ്ടായിയുടെ i20 ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? എത്രാമത്തെ ഓണർ അത്? ഇത് ഫസ്റ്റ് ഓണർ ആണ്. ഏത് മോഡൽ പറഞ്ഞേ? ഇത് 2018 മോഡൽ. 18 മോഡൽ ഡീസലാണ്. 68,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 68,000 കിലോമീറ്റർ ഓടിയുണ്ട്. സിംഗിൾ ഓണർ. ടയർ കാര്യങ്ങളൊക്കെ 80% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 80 ഇല്ലടാ, ഒരു 65-70% ഒക്കെ കണക്കൂട്ടിയാൽ മതി. പോട്ടെ അതൊക്കെ അല്ലേ? പക്ഷെ ഒരു 70% ടയർ അത്രേ കണക്കൂട്ടാൻ പറ്റുള്ളൂ. 5 അലോയ് ഉണ്ടല്ലേ? 5 അലോയ് ഉണ്ട്. പിന്നെ ഫോഗ് ലാമ്പ് എല്ലാം പ്രൊജക്റ്റഡ് ലാമ്പ് ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. എയർ ബാഗ് ഉണ്ടാവുമല്ലോ? മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഇതിന് റീപ്ലേസ് ചെയ്യണ്ട? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ഓടി പറഞ്ഞത്? 68,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ 68 കിലോമീറ്റർ. എത്ര സർവീസ് ബുക്ക് സെക്കൻഡ് ചാവി ഒക്കെ ഉണ്ട്. എന്താ പറയുന്നത്? എത്ര ചോദിക്കുന്നു? ഇത് നമ്മളിവിടെ 6.25 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഏത് മോഡൽ പറഞ്ഞു? 2018 മോഡൽ. 6.25 ചോദിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. കേരള വണ്ടിയാണ്. ഒറിജിനൽ കേരള വണ്ടി. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഓണർ തന്നെയാണ്. ഫസ്റ്റ് ഓണർ തന്നെ അല്ലേ? ഫാമിലി യൂസ് ചെയ്യുന്ന വണ്ടി. ഫാമിലി വണ്ടി തന്നെ. ഇതെവിടെ രജിസ്ട്രേഷൻ വരുന്നത് അറിയോ? ഇത് KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ അല്ലേ? ഓക്കെ. പുറത്തുള്ള വണ്ടിയൊന്നും അല്ല. കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടി. ഇത് ലോക്കാ. എന്താ റേറ്റ് എന്താ പറഞ്ഞേ? ഇത് 6.25 പറഞ്ഞല്ലേ? ഒന്ന് മര്യാദക്ക് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ആയിക്കോട്ടെ. ശരി, അടുത്ത വണ്ടി ശരിയാക്കാം. അടുത്ത് പിന്നെ ഏതാ? ഇന്നോവേ. ഇത് കച്ചവടം ആയി വാല്യുവേഷൻ കൊടുത്തിട്ടുള്ളൂ.
ക്രിസ്റ്റ. അത് 2019 മോഡല് ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്കാ? അതെ. എത്രാമത്തെ ഓണറാ? ഇത് ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ. ശരി. ഫസ്റ്റ് ഓടിയുണ്ട്. ഇത് 1.5 ഡീസൽ അല്ലേ വണ്ടി? ഡീസൽ 1.5 ഓടിയുണ്ട്. സർവീസ് ഉണ്ടോ? സർവീസ് 95 വരെ കറക്റ്റ് സർവീസ് ഉണ്ട്. 95 വരെ സർവീസ് ഉണ്ട്. സർവീസ് 1.10 വരണം. 1.10 വരുന്നുള്ളൂ. കൃത്യമായിട്ടാണ്. എത്രാമത്തെ ഓണർ പറഞ്ഞു? ഇത് ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ തന്നെയാണ്. ഇവിടെയുള്ള മിക്കവാറും വണ്ടികൾ ഫസ്റ്റ് ഓണർ ആണല്ലോ. ഫസ്റ്റ് ഓണർ വണ്ടി. അത് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ നമ്മൾ നോക്കി എടുക്കണം അല്ലേ? അത്യാവശ്യം ടയറൊന്നും കുഴപ്പമില്ല. കാണാനും കുഴപ്പമില്ല. ഏതാ വേരിയന്റ്? ഏതാ ഇത് G4 ഓട്ടോമാറ്റിക്. G4 ഓട്ടോമാറ്റിക്. എയർ ബാഗ് വരുന്നുണ്ടോ? എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. എത്ര ബാഗ് ഉണ്ട്? വരുന്നുണ്ട്. എയർ ബാഗ്, ABS ABS ഒക്കെ വരുന്നുണ്ട്. ശരി. എന്താ വയ്ക്കുന്നത്? എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 19 വയ്ക്കുന്നത്. ഏതാ മോഡൽ പറഞ്ഞു? 2019 മോഡൽ. 19 മോഡല് 19 വയ്ക്കുന്നത്. സിംഗിൾ ഓണർ. 1.5 ഓടി ഓട്ടുണ്ട്. ശരി. പാർട്ടി വരുമ്പോ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അടുത്ത മാരുതി സ്വിഫ്റ്റ് ആണ്. ഒരു നീല കളർ അല്ലേ? ബ്ലൂ കളർ. അതായത് ഇത് എന്ത് കളർ എന്നാ പറയാ? ഇത് 2020 മോഡലാ. 20 മോഡല്. VDI ഓപ്ഷൻ ആണ്. VDI 20 നിർത്തിയില്ലേ ഡീസൽ വണ്ടി? ഡീസൽ വണ്ടി. ഇത് 20 മോഡലാ. 20 മോഡല് ഡീസൽ ആണല്ലേ? ശരി. 20 രജിസ്ട്രേഷൻ അല്ലല്ലോ? 19 മോഡൽ. 20 മോഡൽ കറക്റ്റ് ഉണ്ട്. 20 രജിസ്ട്രേഷൻ ഉണ്ട്. 20 മോഡലും ഉണ്ട്. അത് ശരി. ഫസ്റ്റ് ഓണർ വണ്ടി. ഏതാ? VDI? മിഡിൽ ഓപ്ഷൻ അല്ലേ? ഫസ്റ്റ് ഓണർ VDI. മിഡിൽ ഓപ്ഷൻ. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ. എത്ര ഓടിയുണ്ട്? എയർ ബാഗ് വരുന്നുണ്ട്. ഇത് 71 ഓടിയിട്ടുണ്ട്. 71 ഓടിയുണ്ട്. സിംഗിൾ ഓണർ. വേറെ പ്രത്യേകിച്ച് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. ടയർ ഒരു 70%. ടയർ 70%, 60% ടയർ ഉണ്ട്. സിംഗിൾ ഓണർ, ഫസ്റ്റ് ഓണർ. അപ്പൊ എല്ലാ കാര്യങ്ങളും വേറെ അപാകതകളൊന്നുമില്ല. 690 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ 490. 690 അല്ലേ? ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് ഇവിടെ അല്ലേ? അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് പോളിഷ് ചെയ്താ പോണേ ഉള്ളൂ അല്ലേ? ഇത് വേറെ തട്ടുമുട്ടൊന്നും ഇല്ല അല്ലേ? ഒന്നുമില്ല. വണ്ടി ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉണ്ടാവും. അത്യാവശ്യം പ്രതീക്ഷിക്കാം. ഇല്ല ഇപ്പൊ ഡീസൽ നിർത്തി. 18 ഇല്ലേ? 20 ഉള്ളില് 22 മൈലേജ് ഉണ്ടാവും. 18 പ്രതീക്ഷിക്കാം. ഇതായിട്ട് പറയാ. സാധാ റോഡിന് 18 പറയാ. ഓക്കെ. എന്താ റേറ്റ്? ഇത് നമുക്ക് 690 വയ്ക്കുന്നുണ്ട്. ചോദിക്കുന്ന വിലയാണ്. അപ്പൊ അത് നെഗോഷ്യബിൾ ആവും. ഇവര് ചോദിക്കുന്ന വില 690. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കൊടുത്തരും. ഈ എക്സ്ചേഞ്ച് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനും ഇവിടെ തയ്യാറാണ് അവര്. ഓക്കെ. അടുത്ത വണ്ടിയിൽ പോവാം. അടുത്ത നമ്മളെ ഇത് ബ്രസ. മാരുതി ബ്രസ 2017 മോഡലാണ്. ഇതും ഡീസൽ ആണല്ലോ? ZDI ഫുൾ ഓപ്ഷൻ. ശരി. ഫുൾ ഓപ്ഷൻ അല്ല, ഫുൾ ഓപ്ഷന് താഴെ. ZDI പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ അല്ലേ? ZDI പ്ലസ് ആണ് ഫുൾ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ അല്ലേ? അതിന്റെ താഴെയുള്ള വണ്ടി. ഓക്കെ. 2017 മോഡല്. 17 മോഡല് ZDI. എത്രാമത്തെ ഓണറാ? ഇത് ഓണർഷിപ്പ് 3ാമത്തെ ആയിട്ടുണ്ട്. വണ്ടി 63 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി ഉണ്ട്. സർവീസ് ഹിസ്റ്ററി ഉള്ള കൊടുക്കാം. സ്പെയർ കീ കാര്യങ്ങളുണ്ട്. ടയറുണ്ട്. പുതിയ ടയറൊക്കെ 80% ടയറുണ്ട്. 5 ടയർ ഉണ്ടാവുമല്ലോ പോലെ തന്നെ അല്ലേ? ഫുള്ള് ഓട്ടം എത്ര പറഞ്ഞേ? ഇത് 63 ഓടി. 3ാമത്തെ ഓണർ ആയാലും ഓട്ടം കുറവല്ലേ? ചോദിക്കാം നമുക്ക്. ധൈര്യത്തിലെടുക്കാം. എന്താ റേറ്റ് പേടിക്കണ്ട. ഇത് നമുക്ക് 8,400 ചോദിക്കുന്ന വില. ഒരു 8 രൂപ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ പാർട്ടി വന്നു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം. നമ്മള് വീഡിയോ കണ്ടു വരുന്ന ആരെങ്കിലും ഗ്രാമ വ്ളോഗിന്റെ വീഡിയോ കണ്ടു പറഞ്ഞാല് അവർക്ക് ഒന്ന് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ അടുത്ത ഇതായിക്കോട്ടെ. ഇന്നോവ വണ്ടിയല്ലേ? പെരുത്ത വണ്ടി 32 രൂപ പുതിയ വണ്ടിക്ക് വിലയുണ്ട്. ഏത് മോഡൽ ഇത്? ഇത് 2018 G4 V ഓപ്ഷൻ ആണ്. മിഡിൽ അല്ല, ഫുൾ ഓപ്ഷൻ അല്ല. സെഡ് പറഞ്ഞാല് ഇപ്പോഴത്തെ ഫുള്ള് സെഡ് ആവുന്നുണ്ട്. അതിന്റെ വി ആണ് അല്ലേ? ഡീസൽ അല്ലേ? ഡീസൽ. പിന്നെ എത്രാമത്തെ ഓണറാ? ഫസ്റ്റ് ഓണർ. എത്ര ഓടിയുണ്ട്? ഇത് 1.16 ഓടിയുണ്ട്. സർവീസ് ഉണ്ട്? സർവീസ് സർവീസ് ഉണ്ട്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ 80,000 വരെ സർവീസ് കമ്പനിയിൽ കയറിയുണ്ട്. കമ്പനിയിൽ 80 വരെ കമ്പനിയിൽ കയറിയുണ്ട്. പിന്നെ പുറത്തുനിന്ന് ചെയ്തു. പിന്നെ വലിയ ഓട്ടം ഉണ്ടാവില്ല.
പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഒക്കെ ഉണ്ടല്ലോ, ഉണ്ട് എല്ലാ ഓപ്ഷനും ഉണ്ട്. ഫോഗ് ലാമ്പ് എല്ലാം ഉണ്ട്. എയർ ബാഗ് ഉണ്ടാവില്ല അല്ലേ? എല്ലാ ഓപ്ഷനും ഉണ്ട്. അലോയ് ടയറൊക്കെ ഒരു 80% ടയർ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല. എത്ര വയ്ക്കുന്നതിന്? ഇത് നമുക്ക് 18 വയ്ക്കുന്നുണ്ട്. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ലേ? റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി അല്ലേ? ഗ്ലാസ് ഒന്നും മാറിയില്ല. ഒറിജിനൽ ഗ്ലാസ്. ഫാമിലി യൂസ് ഇവിടെ നമ്മളെ വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ. ഓക്കെ. എത്ര വയ്ക്കുന്ന പറഞ്ഞേ? ഇത് നമുക്ക് 18 വയ്ക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടി പോവാം. അടുത്ത നമ്മളെ ടയോട്ട അത് ഗ്ലാൻസ് അല്ലേ? 2020 മോഡലാ. 20 മോഡലാണ്. ശരി. എത്ര ഓടിയുണ്ട്? 35,000 കിലോമീറ്റർ ഓടി. 35,000. എത്രാമത്തെ ഓണറാ? മാനുവൽ. അത് സിംഗിൾ ഓണർ ഉണ്ട് തന്നെ. മാനുവലിനെ? വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ തന്നെ. അതെ. ഡീസൽ പെട്രോൾ? പെട്രോൾ ആണ്. എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ? പെട്രോൾ 17, 18 മൈലേജ് പ്രതീക്ഷിക്കാം. 18 പ്രതീക്ഷിക്കല്ലേ? ഇത് ഏതാ വേരിയന്റ്? ഏതാ വേരിയന്റ്? മിഡിലാണോ ഫുള്ളാണോ നോക്കി അറിയാം? ജി ഓപ്ഷനാ? അത് മിഡിൽ ഓപ്ഷനാ. ജി ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. എത്ര വയ്ക്കുന്നതിന്? ഇത് നമ്മള് ചോദിക്കുന്ന 7,4. 7,4. ഏതാ മോഡൽ പറഞ്ഞു? 2020 മോഡൽ. 20 മോഡല്. 7,4 അല്ലേ? സിംഗിൾ ഓണർ. തട്ടുമുട്ടൊന്നും? സോറി, 21 മോഡൽ. 21 മോഡല്. 7,4. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? അങ്ങനെ ഒന്നുമില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം ഉണ്ട്. എല്ലാം ഫുൾ ടയറാ? ഫുൾ കട്ട ടയറാണ് അല്ലേ? ഇത് കരിമ്പുത്തൻ ടയർ എന്ന് പറയും. അപ്പൊ അടുത്ത വണ്ടി പിക്കപ്പാണ്. ഇത് എന്താണ്? ഇഷ്യൂസാ? 2014 മോഡലാ. 14 മോഡലത്. AC പവർ സ്റ്റിയറിംഗ്, 4 ഫ്രണ്ട് പവർ വിൻഡോ. 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സർവീസ് ഉണ്ടോ? ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഏതാ മോഡൽ പറഞ്ഞേ? 2014 മോഡല്. അത് ടാക്സി പോലെ ഡബിൾ ക്യാബിന്റെ. ഇത് പിന്നെ നമ്മുടെ ഇത് ഓരോ വർക്കും സാധനം കൊണ്ടുപോകാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കയറാനും പറ്റിയ വണ്ടിയാണ് അല്ലേ? 46 ഗുരുവായൂർ സ്റ്റേഷൻ. ഓക്കെ. 16 മോഡലാ? 14 മോഡൽ അല്ലേ? നല്ല വണ്ടിയല്ലേ? ഓക്കെ. എന്താ റേറ്റ് വയ്ക്കുന്നത്? ഇത് നമുക്ക് 4,3. ഇത് നമ്മൾ കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം. എത്ര ഓടിന്ന് പറഞ്ഞേ? ഇത് 35,000 കിലോമീറ്റർ. എത്ര ഓടിയുള്ളൂ അല്ലേ? കുറച്ചോട്ടാണല്ലോ. വിശ്വസിക്കാൻ പറ്റുമോ? ഓക്കെ. അടുത്ത വണ്ടിക്ക് നമുക്ക്. അടുത്ത വണ്ടി ഇന്നോവ. ഇത് പഴയ മോഡൽ ഇന്നോവ. ഇത് പഴയ മോഡല് 12 മോഡലാ. 12 മോഡല്. ഇത് വി ഓപ്ഷൻ വണ്ടിയാ. വി ആണ്. അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ ആണ്. അല്ലേ? ബാക്ക് വൈപ്പറൊക്കെ വരുന്നുണ്ട്. ബാക്ക് വൈപ്പറൊക്കെ വരുന്നുണ്ടാവും അല്ലേ? എത്രാമത്തെ ഓണർ അത്? ഇത് സെക്കൻഡ് ഓണർ. എത്ര ഓടിയുണ്ട്? ഇത് 1,98 ഓടിയുണ്ട്. 2,00,000 ഓടിയുണ്ട്. കണ്ടീഷനുള്ള വണ്ടിയാണ്. സർവീസ് കറക്റ്റാണ്. സിംഗിൾ ഓണർ. സർവീസ് കറക്റ്റാണ്. റീവണ്ടിയാണ്. അതെ, റീവണ്ടി. അപ്പൊ സർവീസ് കറക്റ്റ് ഉള്ള വണ്ടിയാണ്. അങ്ങനെ നല്ല വണ്ടി. 2,00,000 ഓടിയുണ്ട്. അപ്പൊ അത് ഏകദേശം കറക്റ്റ് ആയിരിക്കും അല്ലേ? അപ്പൊ നമുക്ക് കിലോമീറ്റർ പറയണ്ട. കിലോമീറ്റർ പറയാൻ പറ്റില്ല. 1,98 കാണാനുള്ളത്. വീട്ടില് കാണാനുള്ളത്. ഓക്കെ. കുഴപ്പമില്ലാത്ത വണ്ടി അല്ലേ? റീവണ്ടിയാണ്. വണ്ടി കണ്ടീഷൻ അല്ലേ? തട്ടുമുട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് എന്ത് ഫ്രണ്ട് ഗ്ലാസ് അല്ല, സൈഡിലത്തെ ഗ്ലാസ് എന്തോ സൈഡ് പോയിന്റ്. ചെറിയ ഗ്ലാസ്. അതെ, ഒന്ന് ഇവിടെ പോയിന്റ് അല്ലേ? അത് വലിയ കുഴപ്പമൊന്നുമല്ല. ടയറൊക്കെ ഒരു 50% ഉണ്ടാവും അല്ലേ? ടയറൊക്കെ ഉണ്ട്. എന്താ വയ്ക്കുന്നതിന്? ഇത് നമുക്ക് 7.5 വയ്ക്കുന്നുണ്ട്. 7.5. 2012 മോഡൽ. ഇതൊക്കെ അത്യാവശ്യം കുറച്ച് കൊടുക്കില്ല പാർട്ടിക്ക് വന്നാല്? റീവണ്ടി അല്ലേ? ചിലപ്പോ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വരും. അതാണ്. ഓക്കെ. അടുത്ത വണ്ടി പോവാം. അടുത്ത മായത്തിന് ഏതാ മോഡൽ? ഇത് ഡിസയർ. ഏതാ മോഡല്? ഇത് 2014 വണ്ടി. 14 ആവില്ലല്ലോ? 14. ഓക്കെ. രണ്ടാമത്തെ ഷേപ്പ് അല്ലേ? സെക്കൻഡ് ഫേസ് ലിഫ്റ്റ്. സെക്കൻഡ് ആണ്. ഇത് എത്രാമത്തെ ഓണറാ? ഇത് ഫസ്റ്റ് ഓണർ. എത്ര ഓടിയുണ്ട്? ഇത് 1,90 സംതിങ് ഓടി. അത്യാവശ്യം ഓടിയുണ്ട് അല്ലേ? 2014 അത്യാവശ്യം ഓടിയുണ്ട്. ഏകദേശം 11 കൊല്ലത്തിന്റെ ഉള്ളിൽ അത്യാവശ്യം ഓടിയുണ്ട്. തട്ടുമുട്ട നീ ഭാഗത്ത് ഉണ്ടാ? ഒന്നുമില്ല. സിംഗിൾ ഓണറാ? സിംഗിൾ ഓണർ. എത്ര വയ്ക്കുന്നത്? ഇത് 4 രൂപ. 4 വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം ഓടിയല്ലടാ. 1,74 ഓടിയിട്ടുണ്ട്. 1,74 ഓടിയില്ലേ? നല്ല ഓട്ടം ഉണ്ട് കേട്ടാ.
50% ടയറും ഉണ്ടാവും അല്ലേ? അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക പാർട്ടി വരുമ്പോ. നോക്കിക്കോട്ടെ, അവർക്ക് സൗകര്യത്തിനേ ആരെ കൂടെ ചെക്ക് ചെയ്തിട്ടൊക്കെ എടുക്കാലോ നമുക്ക്. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടി പോവാം. ലോൺ വേണമെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കും. എത്ര ലോൺ കിട്ടും? ലോൺ നമുക്കൊരു അതിപ്പോ ആളുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ്. ലോൺ കിട്ടും. പ്രൊഫൈൽ അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ ചെയ്യാം. പാർട്ടിയുടെ നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഈ ലോണിനെ കുറിച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരണം. ലാസ്റ്റ് ചോദിക്കാം കേട്ടോ, എന്തൊക്കെയാ വേണ്ടതെന്നുള്ളത്. അടുത്ത ഒരു വണ്ടിക്ക് പോവാം. ഡാറ്റ്സന്റെ റെഡിഗോ. ശരി, ഏതാ മോഡൽ റെഡിഗോ? ഇത് 2021 മോഡൽ. 21 മോഡല്. എത്രാമത്തെ ഓണറാ? ഇത് ഫസ്റ്റ് ഓണർ തന്നെ. ഏതാ വേരിയന്റ് ഇതിന്? ഇത് വേരിയന്റ് അങ്ങനെ ഫുൾ ഓപ്ഷനാണോ? ഫുൾ ഓപ്ഷനോ? ഇതിന്റെ ഫുള്ളാണ്, ഏറ്റവും ഫുള്ളാണ്. ഇത് എത്ര ഓടിയുണ്ട്? ഇത് എത്ര 23. എത്ര ഓടിയുള്ളൂ? സിംഗിൾ ഓണർ. ഇത് എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 3 രൂപ വയ്ക്കുന്നുണ്ട്. 3 വയ്ക്കുന്നുണ്ട്. 2021 മോഡൽ. 21 മോഡല്. ടയറൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം. ടയറൊക്കെ അത്യാവശ്യം ഫുള്ളായല്ലേ? വേറെ അപാകതകളൊന്നും ഇല്ല, തട്ടുമുട്ടൊന്നുമില്ല, റീപ്ലേസുകളൊന്നുമില്ല, ഗ്ലാസ് ഒന്നുമില്ല. എത്ര വയ്ക്കുന്നത്? 3 രൂപ വയ്ക്കുന്നത്. കുറച്ച് കൊടുക്കില്ലേ? ഓക്കെ, അടുത്ത വണ്ടിക്ക് പോകാം. അടുത്ത വണ്ടി റെഡിഗോ തന്നെ. ഇതേതാ മോഡല്? ഇത് 2018 ഓട്ടോമാറ്റിക് ആണ്. 18 ഓട്ടോമാറ്റിക് ആണ്. അതെ, എത്രാമത്തെ ഓണറാ? ഇത് ഫസ്റ്റ് ഓണർ തന്നെ. നിങ്ങൾ ഫസ്റ്റ് ഓണർ തിരഞ്ഞെടുക്കാണല്ലോ കംപ്ലീറ്റ്? ഫസ്റ്റ് ഓണർ നമ്മൾ നല്ല വണ്ടികൾ സെലക്ട് ചെയ്തിട്ട് എടുക്കും. അതാ പറഞ്ഞു ഞാൻ ഫസ്റ്റ് വീഡിയോന്റെ നല്ല വണ്ടികൾ കൊണ്ടുവരും വന്നോട്ടെ. നല്ല വണ്ടികൾ വേണമെങ്കിൽ വന്നോട്ടെ, അവർക്ക് നല്ല വണ്ടി കൊടുക്കുക. എത്രാമത്തെ ഓണർ അത്? ഇത് ഫസ്റ്റ് ഓണർ. അല്ല, പിന്നെ എത്ര ഓടിയുണ്ട്? ഇത് ഓടിയിട്ടുള്ളത് 22. അതെ, അത്രണ്ട് ഓടിയിട്ടുള്ളൂ. അത് ശരി. മോഡൽ ഏതാ പറഞ്ഞ? 18. അല്ല, 22 അല്ല, 18 ഓടിയിട്ടുള്ളൂ. മോഡല് 18. 2018. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ. ഇത് ലോൺ എത്ര കിട്ടും? ലോണ് നമുക്കിത് ഈ വണ്ടി നമ്മൾ ലോൺ ഇട്ട് കൊടുത്തിട്ടില്ല. കിട്ടില്ലേ? ലോൺ ഇല്ലേ? കിട്ടുന്നു നോക്കിയിട്ടില്ല. ഇല്ലല്ലേ? ഒന്ന് നോക്കിയാ ചെക്ക് ചെയ്ത് നോക്കിയാ അറിയാലോ. ഈ വരുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ അനുസരിച്ച് നോക്കിയാൽ ചെക്ക് ചെയ്ത് പ്രൊഫൈലിനെ കിട്ടും തീർച്ചയായിട്ടും. എത്ര വയ്ക്കുന്നതിന്? ഇത് നമുക്ക് 3.5 വയ്ക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക് 18 സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ. ഓക്കെ, അടുത്ത വണ്ടി പോവാം. ഇത് 2019 മോഡൽ. അല്ല, 2019 മോഡൽ. 19 മോഡൽ അല്ലേ? എത്രാമത്തെ ഓണർ? ഫസ്റ്റ് ഓണർ. എത്ര ഓടിയുണ്ട്? പുതിയ ഇൻഷുറൻസ് ഒക്കെ പുതിയ ടെസ്റ്റ് ആണ്, ഇൻഷുറൻസ് പുതിയതാണ്. എത്ര ഓടിയുണ്ട്? ഇത് 1.50. കൊമേഴ്സ്യൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. സാധനങ്ങളൊക്കെ കൊണ്ടുപോകാം അല്ലേ? എന്താ ചോദിക്കുന്നത്? എത്ര? ഇത് നമുക്ക് ഇവിടെ 6 രൂപ ചോദിക്കുന്നത്. 6 ചോദിക്കുന്നുണ്ട്. പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടി. സർവീസ് ഒക്കെ ഓട്ടോ കമ്പനിയിൽ ഉപയോഗിച്ചിരുന്ന വണ്ടി. അതെ, എത്ര ചോദിക്കുന്നത്? കമ്പനിയിൽ പൈസ സപ്ലൈ ചെയ്തിരുന്നുണ്ട്. പൈസ ശരി. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മള് വില ചോദിക്കുന്നത് 6 രൂപ. 6 രൂപ ചോദിക്കുന്നുണ്ട്. അടുത്ത ദോസ്താണല്ലോ അല്ലേ? പിന്നെ അടുത്ത ദോസ്ത് 52 രജിസ്ട്രേഷൻ, പട്ടാമ്പി രജിസ്ട്രേഷൻ, KL 52. എത്ര മോഡൽ? ഏതാ മോഡൽ? 2020 മോഡൽ. 20 മോഡൽ. എത്രാമത്തെ ഓണറാ? ഫസ്റ്റ് ഓണർ തന്നെ. AC പവർ സ്റ്റിയറിംഗ്, പുതിയ ടെസ്റ്റ്, ഇൻഷൂർ കഴിഞ്ഞിട്ട് നമ്മള് പുതിയ എടുത്ത് കൊടുക്കും. ടയറൊക്കെ ഉണ്ട് അത്യാവശ്യം. 57 ഓടിയിട്ടുള്ളൂ. കണ്ടീഷൻ ഉണ്ട്. കൊമേഴ്സ്യൽ ആവശ്യം ഉപയോഗിക്കാം. ഈ ആർക്കെങ്കിലും മറ്റേ പിന്നെ ജോലിയായിട്ട് തൊഴിലായിട്ട് മുന്നോട്ട് പോകാൻ ഈ വണ്ടിയൊക്കെ ഉപകാരപ്പെടും. എന്താ റേറ്റ് ചോദിക്കുന്നത്? ഇത് നമ്മള് 6.5 ചോദിക്കുന്ന 6.5 അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 5 വോൾട്ട് ആണ്. ഓക്കെ ഓക്കെ, 5 വോൾട്ട് അങ്ങനെ ഉണ്ടല്ലേ? 4 വോൾട്ട് അല്ല, 5 വോൾട്ട് അല്ലേ? ടയറൊക്കെ കുറച്ച് വലിയ ടയറാണ് അല്ലേ? ഇത് ദോസ്ത് വേറെ ഇടം കൊണ്ടാ? അത് കവർ ബോഡിയാണ്. കവർ ബോഡിയാ? 2021 മോഡൽ. 21 മോഡലാണ്. അതെ, അവിടെ നിന്നായി കുഴപ്പമില്ല. അടുത്ത കവർ ബോഡി ഏതാ? ഇത് 2015 മോഡല്. 15 മോഡല്. പുതിയ ടെസ്റ്റ് കഴിഞ്ഞാണ്. എത്ര ചോദിക്കുന്ന റേറ്റ്? ഇത് നമുക്ക് 4 രൂപ. 4 രൂപ. അപ്പുറത്തോ? അപ്പുറത്ത് 2021 മോഡൽ. അത് നമുക്ക് ടെസ്റ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ വണ്ടി. എത്ര വയ്ക്കുക? അത് പവർ സ്റ്റിയറിംഗ് ഉണ്ട്. 5 വോൾട്ട് തന്നെയാണ് അത്. AC ഉണ്ട് അതിന്? AC ഇല്ല. എത്ര വയ്ക്കുന്നത്? അത് നമുക്ക് 6.25 വയ്ക്കും. 2020. ഇത് വഴി ബൊലേറോ? അത് ഈ 21 മോഡല് ബൊലേറോ. 46 സിറ്റി പിക്കപ്പ് ആണ്. സിറ്റി പിക്കപ്പ് ആണ്. അതെ, എത്രാമത്തെ ഓണർ? അത് ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ. എത്ര ഓടിയുണ്ട്?
അത് ഓടിയുള്ളത് 80,000. ഇത് നോക്കാൻ നല്ല വണ്ടിയാണല്ലോ കാണുമ്പോ. നല്ല വണ്ടിയാണ്. ടയറൊക്കെ അടിപൊളി ടയറല്ലേ? ടയറൊക്കെ പുതിയ ടയർ പെട്ടിട്ടുള്ളൂ. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ്. ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അതെ, ഇൻഷൂർ പുതിയ ഉണ്ടാവൂല്ലേ? അതെ. എത്ര വയ്ക്കുന്നതിന്? അത് നമുക്ക് 6.25. 6.25 വയ്ക്കണം. ഓക്കെ. ഇവിടെ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും. മറ്റേ ഈ റോഡ് തൊട്ടടുത്ത ഹൈവേ ആണ്, അതുകൊണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കണം എല്ലാവരും. നമുക്ക് ലോണിന് എന്തൊക്കെയാ വേണ്ടത്? പ്രൂഫ് ലോണിന് വേണ്ടത് ആധാർ കാർഡ് ഉണ്ട്, പാൻ കാർഡും വേണം. പാൻ കാർഡ് വേണം, പിന്നെ നികുതി അടച്ച റെസിറ്റ് വേണം, പിന്നെ ഗ്യാരണ്ടർ അങ്ങനെ എന്തെങ്കിലും വേണം. പിന്നെ ഇതിന് പ്രൊഫൈൽ നോക്കിയിട്ടല്ലേ നമ്മള് ലോണ്? പ്രൊഫൈൽ നോക്കി ഏതൊക്കെ എത്ര കമ്പനി ലൈഫ് ഉണ്ട് നിങ്ങൾക്ക്? ഫിനാൻസ് കമ്പനി ആയിട്ട് ഫിനാൻസ് കുറവുണ്ട്. അപ്പൊ നല്ല നല്ല വണ്ടികൾക്കൊക്കെ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കുറയും, കുറച്ച് ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ലൊക്കേഷൻ എങ്ങനെ? ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് ഇത് അക്കിക്കാവ് കുന്നംകുളത്ത് ഒരു 5 കിലോമീറ്റർ. 5 കിലോമീറ്റർ. അതായത് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേ ആണ്. അതില് കുന്നംകുളത്ത് നിന്ന് 5 കിലോമീറ്റർ അക്കിക്കാവ്. അവിടെയാണ്. കോഴിക്കോട് നിന്ന് വരുമ്പോ പെരുമ്പിലാവ് ടു അക്കിക്കാവ് തൊട്ടടുത്ത് തന്നെയാണ്. നിങ്ങൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്റെ വാട്സാപ്പ് ലൊക്കേഷൻ അയച്ചു കൊടുക്കില്ലേ? അതിനൊക്കെ ചെയ്ത് കൊടുക്കും. പിന്നെ വണ്ടികളൊക്കെ ചെക്ക് ചെയ്യാൻ സൗകര്യം ചെയ്ത് കൊടുക്കില്ലേ? പാർട്ടി വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട് വണ്ടി ഇഷ്ടപ്പെട്ടാലേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ അവർ ആരെ വന്ന് ചെക്ക് ചെയ്തോട്ടെ. എല്ലാം ധൈര്യമായിട്ട് പറയാലോ, നല്ല വണ്ടികളാണല്ലോ. 1-2 വണ്ടി റീവണ്ടി ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി. ഈ വീഡിയോ കാണുന്നവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോ എടുക്കാനുള്ള പ്രചോദനം ഉണ്ടാവാൻ നിങ്ങളുടെ സബ്സ്ക്രൈബും ഷെയറിങ്ങും ഒക്കെയാണ്. അപ്പൊ ഈ വണ്ടി ആവശ്യക്കാർ ധാരാളം ഉണ്ടാവും. അപ്പൊ അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വളരെയധികം ഉപകാരമായിരുന്നു. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കാരണം എന്ത് അഭിപ്രായമായാലും നിങ്ങൾക്ക് കമന്റ് രേഖപ്പെടുത്താം. ഓക്കെ, നന്ദി, നമസ്കാരം.